കഴിഞ്ഞ ദിവസമായിരുന്നു ജിഷിനും അമ്മയും വിവാഹിതരായ വാർത്ത എല്ലാവരും അറിഞ്ഞത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരായത്. അവിടെ വെച്ച് തന്നെ മറ്റുള്ള ചടങ്ങുകളും പൂർത്തീകരിച്ചതായി തന്നെ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇരുവരും തിരിച്ച് കൊച്ചിയിലെത്തി ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയിരിക്കുകയാണ്. പുത്തൻ ഫ്ലാറ്റിലാണ് ഇരുവരും താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ പുത്തൻ ഫ്ലാറ്റിലേക്ക് എത്തുമ്പോൾ ജിഷിൻ മാത്രമാണ് അമ്മയെ അവിടെ വരവേൽക്കാൻ ഉണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇനി നമ്മൾ മതി, മറ്റാരും വേണ്ട എന്നുള്ള തീരുമാനത്തിൽ വിളക്ക് കത്തിച്ച് അതൊരു തട്ടത്തിൽ വെച്ച് പൂവുമായി എങ്ങനെയാണോ വലതുകാല് വെച്ചൊരു പുതുപ്പെണ്ണ് വീട്ടിനുള്ളിലേക്ക് കയറുന്നത്, അതേ രീതിയിൽ അമ്മയെ അകത്തേക്ക് കയറ്റാൻ ജിഷിൻ തീരുമാനിക്കുന്നു. ജിഷിൻ അത് ചെയ്തെടുക്കുന്നുമുണ്ട്. നമുക്കിതൊക്കെ ചെയ്തു തരാൻ മറ്റാരുമില്ല, നമുക്ക് നമ്മൾ മാത്രം തന്നെയാണ്, നമ്മൾ മാത്രം മതി എന്നതാണ് നല്ലൊരു തീരുമാനം. സന്തോഷത്തോടെ അത് അമ്മയെ സ്വീകരിക്കുന്നു. വിളക്ക് കയ്യിൽ പിടിച്ച് ജിഷിൻ്റെ കയ്യും പിടിച്ച് വലതുകാല് വെച്ച് അകത്തേക്ക് കയറി. ഇനി ഈ വീട് നമ്മുടെ വീടാണ്. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും തിരിച്ചറിയാനും എടുക്കാനും ഒക്കെ പോകുന്ന ഒരു നിമിഷം, അതെല്ലാം ഇതിനുള്ളിൽ തന്നെയായിരിക്കും. വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ഒരു പുതിയ ഫ്ലാറ്റിലേക്ക് മാറണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിനുള്ള സമയം ഇപ്പോഴാണ് എത്തിയത്. അങ്ങനൊരു സന്തോഷം കൂടി ഇപ്പോൾ പങ്കുവെക്കാനുണ്ട്. ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തയായും ഇത് മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. പ്രേക്ഷകരെ പ്രീതി പിടിച്ചു പറ്റിയ വാർത്തയായും ഇത് മാറുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വാർത്തയായും ഇത് മാറുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തിൽ ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന പോലെ തന്നെ വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കാൻ പറ്റുന്നു എന്നുകൂടി പറയുന്നു. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു വാർത്ത കൂടിയാണിത്. താരങ്ങളുടെ വാർത്തകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ഇവരുടെ വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു, ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയായി ഇത് മാറാനുള്ള കാരണവുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ പ്രീതിയോടെ തന്നെ വളരെയധികം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെയധികം ചിന്തിച്ചും അതുപോലെ വളരെയധികം കൃത്യമായും സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്തയായി തന്നെ മാറുന്നുമുണ്ടായിരുന്നു. ഓരോ തവണയും ആരാധകർ ഇതേ വാർത്തയോടെ തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ അതുതന്നെയാണ് പങ്കുവച്ചതും. പ്രേക്ഷക പ്രീതിയോടെ തന്നെ വളരെ പെട്ടെന്ന് അത് മുന്നേറുകയും ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓരോ തവണയും പ്രേക്ഷകരുടെ സ്നേഹം വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ ഇപ്പോൾ അമ്മയോടൊപ്പം ജിഷിനോടൊപ്പം തന്നെയാണ്. അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് അവർക്ക് നല്ലതുമാത്രം ആശംസകൾ അറിയിച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ നിൽക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.